നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല. കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമായിരുന്നു അന്നത്തേത്. കാലക്രമേണ പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. രാജവീഥി, ഗ്രാമവീഥി എന്നിങ്ങനെ 2 തരത്തിലുള്ള റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത്. രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു. തിരുവിതാംകൂറിൽ റോഡ് നിർമ്മാണം വരുന്നതുവരെ ഓരോ ജാതിക്കാരും അവരവർക്ക് കൽപ്പിച്ചിരിക്കുന്ന കുലത്തൊഴിൽ കൂലിയില്ലാതെ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഭക്ഷ്യസാധനങ്ങളായിരുന്നു കൂലിയായി നൽകിയിരുന്നത്. എന്നാൽ റോഡ് പണി തുടങ്ങിയതോടെ ഇതിൽ മാറ്റം വരികയും പണിക്കാർക്ക് കൂലി കൊടുത്ത് പണിയെടുപ്പിക്കുകയും ചെയ്തു. പൊതുമരാമത്ത് നിർമ്മിച്ച രാജവീഥി പൊതുവഴി എന്നാണ് വിളംബരം ചെയ്യപ്പെട്ടത്. എന്നാൽ എല്ലാവർക്കുമായുള്ള രാജപാതയിലൂടെ കീഴ്ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം സവർണർ തഴഞ്ഞിടത്തു നിന്നുമാണ് പൊതുവഴിയുടെ മേലുള്ള ജനാധിപത്യപരമായ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത്.